കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവനയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താറുകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവർ എന്താണ് സമരം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഈ പ്രസ്താവന. കാരണം ഞാനിന്ന് മുമ്പ് ഒരു പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 20 വർഷമായിട്ട് ഇന്നേ വരെ ഒന്നിച്ച് സ്റ്റാഫുകൾക്ക് സാലറി കൊടുത്തിട്ടില്ലാത്ത മംഗളം പോലെ ഒരു ദിനപത്രത്തിൽ കഴിഞ്ഞ 12 മാസമായിട്ട് സാലറി മുടങ്ങി കിടക്കുന്ന മംഗളം ദിനപത്രത്തിൽ സാലറി കിട്ടാതെ ഒരുപാട് പേര് കൊഴിഞ്ഞുപോയ, സ്വയം രാജിവെച്ച് പോകാൻ മാന്യത കാണിച്ചിട്ടുള്ള ഒരു പത്രം കൂടിയാണ് മംഗളം ദിനപത്രവും അതിലെ ജേർണലിസ്റ്റുകളും. അപ്പോൾ അവിടെ കഴിഞ്ഞ 12 മാസമായിട്ട് തെറ്റിയും തെറിച്ചും മാത്രം സാലറി കിട്ടിക്കൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജേർണലിസ്റ്റുകൾ മാധ്യമത്തിലൊരു സമരം, ഒരു വ്യാജ കാരണത്തിൻ്റെ പുറത്ത് മാധ്യമത്തിലൊരു സമരം നടക്കുമ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് മംഗളത്തിലൊരു സമരം നടത്തി. ആ മംഗളത്തിൽ സമരം നടത്തി മംഗളം മാനേജ്മെൻറ്റ് ജനുവരി മാസത്തിലെ സാലറി അതിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒന്നിച്ച് ഈ കഴിഞ്ഞ ഫെബ്രുവരി 16, 17 തീയതികളിൽ കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഫെബ്രുവരി 2 കൂടി ജനുവരി മാസത്തിലെ സാലറി ആ സമരം ചെയ്യുന്നവരുൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ മാധ്യമം ജേർണലിസ്റ്റുകളുടെയും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇല്ല എങ്കിൽ അവർ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വിടണം. ഏറിയും കുറഞ്ഞും അവരുടെ അക്കൗണ്ടിലേക്ക് ചിലർക്ക് ഫുൾ സാലറി കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് ഭാഗിക സാലറി കിട്ടിയിട്ടുണ്ട്, ചിലർക്ക് അരിയർ ഉൾപ്പെടെയുള്ള സാലറി കിട്ടിയിട്ടുണ്ട്. ഈ നിലവിൽ സമരം ചെയ്ത ചെയ്യുന്ന ആളുകൾക്കുൾപ്പെടെ സാലറി കിട്ടിയിട്ടുണ്ട് മാധ്യമത്തിൽ. എന്ന് ഫെബ്രുവരി 2 കൂടി ജനുവരിയിലെ സാലറി കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ മനോരമ പോലും 5-ാം തീയതി 6-ാം തീയതിയൊക്കെ തെളി നീക്കി കൊടുക്കുന്ന, മനോരമയും മാതൃഭൂമിയും പോലും തെളി നീക്കി കൊടുക്കുന്ന സമയത്താണ് മാധ്യമം മുമ്പേ തന്നെ മാധ്യമം കൃത്യസമയത്ത് സാലറി കൊടുക്കുന്ന ഒരു പത്രമാണ്. അത്രയും മാന്യമായിട്ടും മജീദ് വേജ് ബോർഡിന് ശേഷം ഇവരുടെയൊക്കെ സാലറി എന്ന് പറയുന്നത് 18,000-ഉം 20,000-ഉം സാലറി മേടിച്ചുകൊണ്ടിരുന്നവർക്ക് ഒറ്റയടിക്ക് 50,000-ന് മുകളിലേക്ക് സാലറി പോയി. അപ്പോൾ അത്രയും ഭീകരമായ സാലറി മേടിക്കുന്ന ആളുകൾ ഈ മാസത്തെ സാലറി മേടിച്ചിട്ടാണ് മാധ്യമത്തിനെതിരെ കുത്തിത്തിരിപ്പ് നടത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മംഗളത്തിൽ ആകെ ഒരു മാസത്തെ സാലറി ഒന്നിച്ച് മുഴുവൻ സ്റ്റാഫുകൾക്കും ലഭിച്ചതോടുകൂടി അവർ സമരം നിർത്തിയിട്ട് അവരവരുടെ ജോലി നോക്കിപ്പോയി. അപ്പോൾ ബാക്കി മാസങ്ങളിലെ സാലറിയോ അത് ഇല്ല. സലീം കുമാർ പറഞ്ഞ പോലെ വായുവിൽ എഴുതി കൂട്ടാൻ KUWJ എന്ന് പറയുന്ന അവരുടെ മാധ്യമപ്രവർത്തകരുടെ സംഘടന, കേരള യൂണിയൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കേരള യൂണിയൻ ഫോർ വെൽഫെയർ ഫോർ ദ ജേർണലിസ്റ്റ് എന്നോ മറ്റാണ് ഇതിൻ്റെ പേര്. എനിക്ക് ഈ സംഘടനയോട് പണ്ടേ താല്പര്യമില്ല. ഏറ്റവും വൃത്തികെട്ട ഒരു സവർണ ഫാസിസം സൂക്ഷിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. ആദ്യം നമ്മൾ ജോലി ചെയ്യുന്ന പത്രത്തിൽ കൺഫർമേഷൻ കിട്ടണം. കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ കൺഫർമേഷൻ ലെറ്ററും പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ലെറ്ററും KUWJ അംഗത്വം കൊടുക്കണമെന്ന് പറഞ്ഞു മാനേജ്മെൻറ്റിൻ്റെ ലെറ്റർ കൂടി ചേർത്തിട്ട് വേണം KUWJക്ക് ലെറ്റർ കൊടുത്തിട്ട് അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ. KUWJ ഒരു ജേർണലിസ്റ്റിന് മെമ്പർഷിപ്പ്, ജേർണലിസ്റ്റുകളുടെ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ മാനേജ്മെൻറ്റിൻ്റെ ലെറ്റർ എന്തിനാടേ? അതുപോലെ ഒരു സ്ഥാപനത്തിൽ എന്തിനാണ് കൺഫർമേഷൻ കിട്ടുന്നത്? അവൻ ഒരു വർഷം ഒരു മാധ്യമത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഒരു വർഷം ജോലി ചെയ്താൽ, അല്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡ് വെച്ചോ, പ്രൊബേഷൻ പീരീഡ് പൂർത്തിയാക്കുന്ന ഒരു ജേർണലിസ്റ്റിന് ഓട്ടോമാറ്റിക്കായിട്ട് KUWJയിൽ മെമ്പർഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം വയ്ക്കണം. ഇവന്മാർ കുറേ പേർക്ക് കള്ളു കുടിക്കാനുള്ള ഒരു സാധനമാണ് ഈ ഒരു സംവിധാനം. അപ്പോൾ കാലങ്ങളായിട്ട് അങ്ങനെയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ താഴെയാണെങ്കിലും മിക്കവാറും പ്രസ് ക്ലബ്ബുകളുടെ എല്ലാ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. അപ്പം യുവമാർക്ക് എല്ലാത്തരം പ്രവർത്തനങ്ങളും നടത്താനുള്ളൊരു ഒരു സംവിധാനമാണിത്. കുറേ ആളുകൾ കുറേ കാലമായിട്ട് ഇതിൻ്റെ തലപ്പത്ത് കയറി ഇരുന്നു കൊണ്ട് പ്രസ് ക്ലബിൻ്റെ വരുമാനങ്ങളും ഒരുപാട് അഴിമതി കഥകൾ ഇവന്മാർക്കെതിരെ ഉണ്ട്. ഈ KUWJക്കെതിരെ ഒരുപാട് അഴിമതി കഥകളുണ്ട്. അതിൻ്റെ കെട്ടഴിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ സമരം ഇട്ടിട്ട് ഓടും. ഈ സമരത്തിന് നിൽക്കുന്ന നേതാക്കന്മാരുടെ പേരിലുള്ള പ്രസ് ക്ലബ്ബുകളിൽ നടക്കുന്ന അഴിമതികളും, പ്രസ് ക്ലബ്ബുകളിൽ നടക്കുന്ന അനാശാസ്യങ്ങളും, പ്രസ് ക്ലബ്ബുകളിൽ നടക്കുന്ന അനാവശ്യ പ്രവണതകളും ഒക്കെ നമ്മളെടുത്ത് വലിച്ചു വാരി ഈ ജനത്തിൻ്റെ മുമ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നീയൊക്കെ ഈ സമരം നിർത്തിയിട്ട് ഓടും. അത് നമുക്കറിയാൻ മേലാന്നിട്ടൊന്നുമല്ല.
ഇതൊക്കെ പിന്നെ നമ്മൾ ഇപ്പോൾ മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട് 2009 മുതൽ ഇങ്ങോട്ട് നിൻ്റെയൊക്കെ കഥകൾ വ്യക്തമായിട്ട് നമ്മൾക്കറിയാവുന്നവനാണ്. ഇത് ഏതൊക്കെയാണ് ഇവൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നതെന്നും ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കളിക്കുന്നതെന്നും ഒക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇമ്മാതിരി ഈ സവർണ മനോഭാവത്തിലുള്ള ഈ മേധാവിത്വ പേടിപ്പിക്കലൊന്നും മുസ്ലിം സമൂഹത്തിൻ്റെ പിന്നെ അടുത്തായിട്ട് കൊണ്ടുവരരുത്. അതാണ് നമുക്ക് ഇവന്മാരോട് പറയാനുള്ളത്. നീയൊക്കെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞ് ഉടനെ ഇവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ബഹിഷ്കരിക്കാനിരിക്കുവാണ്. നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്? എടാ, ഇവിടെ മനുഷ്യപക്ഷത്ത് നിന്ന് രാഷ്ട്രീയം പറയുന്ന ഒരു പത്രമാണ് മാധ്യമം. ആ ശബ്ദം കേൾക്കാത്തവൻ്റെ ശബ്ദം കേൾപ്പിക്കാനുള്ള പത്രമാണ് മാധ്യമം. മാധ്യമം മാന്യമായിട്ടാണ് ജേർണലിസ്റ്റുകളോട് ഇടപെട്ടത്. ഗോൾഡൻ ഷെയ്ഖ് ഹാൻഡ് എന്ന് പറഞ്ഞ് എല്ലാവിധ ആനുകൂല്യങ്ങളും അവർക്ക് നൽകി പിരിഞ്ഞു പോകാൻ, സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകാനുള്ള അവസരം മാധ്യമം നൽകി. അതിനുശേഷം വീണ്ടും അവസരം നൽകി. അതും പറ്റൂല. നിങ്ങളെയൊക്കെ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കാർ പിരിവ് നടത്തി പിന്നെ എന്ത് ചെയ്യണം? നിങ്ങളെയൊക്കെ വീണ്ടും സംരക്ഷിക്കണം. മാധ്യമത്തിന് അങ്ങനെ മാധ്യമം മാനേജ്മെൻറ്റ് എങ്ങാനും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം മാധ്യമത്തിനെതിരെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അണികൾ തന്നെ തിരിയും. അത് മാധ്യമ മാനേജ്മെൻറ്റിന് വ്യക്തമായിട്ടറിയാം. ഈ പറയുന്ന അന്തം കമ്മികളെയും ഈ പറയുന്ന രവിചന്ദ്രൻ ഫാൻസിനെയും ഈ പറയുന്ന സംഘപരിവാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളെയും ഒന്നും ഇനി മാധ്യമം വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ എണ്ണത്തിനെയും പിരിച്ചുവിടണം. പിരിച്ചുവിടാൻ ഈ മാധ്യമത്തിലിരിക്കുന്ന ശുദ്ധമനസ്കരായ കുറേ ഇസ്ലാമിക പ്രവർത്തകരുടെ ശുദ്ധ മനസ്ഥിതി കൊണ്ടാണ് ഇപ്പോഴും ഇവരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ പുറത്താക്കാനും ഇവർക്കൊക്കെ മെമ്മോ അടിച്ചു കൊടുത്ത് ഇവരെയൊക്കെ നോട്ടീസ് കൊടുത്ത് പുറത്താക്കാനുള്ള എത്രയോ കാരണങ്ങൾ ഇവരിപ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമരത്തിനിടയ്ക്ക് തന്നെ ഇതുവരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസും മാധ്യമ മാനേജ്മെൻറ്റ് ഇവർക്ക് കൊടുത്തിട്ടില്ല. അത്രയും മാന്യമായിട്ടാണ് മാധ്യമ മാനേജ്മെൻറ്റ് ഇപ്പോഴും അവരോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് മാധ്യമ മാനേജ്മെൻറ്റിൻ്റെ തോളിൽ കയറാൻ വരുന്നത്. ഇവിടെ മംഗളത്തിൽ നിമിഷ നേരം കൊണ്ട് ഇവർക്ക് ആവശ്യമായ എല്ലാ ഒത്താശയും മാനേജ്മെൻറ്റിന് ചെയ്തു കൊടുത്ത് മാനേജ്മെൻറ്റിനോട് സെറ്റിൽമെൻ്റ് ആയിക്കൊണ്ട് ജേർണലിസ്റ്റുകളെ ചതിച്ചിട്ട് അവർക്ക് ആകെ ഒരു മാസത്തെ സാലറി മേടിച്ചു കൊടുത്ത് 11 മാസത്തെ സാലറി എടുത്ത് വായുവിൽ എഴുതി കൂട്ടാൻ പറഞ്ഞിട്ട് അവിടുത്തെ സമരം നിർത്തിയിട്ട് വന്നിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ്. ഇവന്മാരാണ് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവന്മാർ. ഇവന്മാരാണോ ജേർണലിസ്റ്റുകൾ? വേറെ ഭാഷയിലാണ് നിന്നോടൊക്കെ സംസാരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മാധ്യമം എന്ന് പറയുന്നതും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നതും അത്രയും മാന്യന്മാരുടെ സംഘടനയായതുകൊണ്ടും അത്രയും സാംസ്കാരിക ലോകത്ത് ഇടപെടുന്ന അത്രയും ശുദ്ധമനസ്കരായ ആളുകളുടെ സംഘടന ആയതുകൊണ്ടുമാണ് എൻ്റെ ഭാഷ ഉൾപ്പെടെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. വൈകാരികമായിട്ട് നമ്മൾക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ അറിയാം. ഓരോരുത്തരെയും എടുത്ത് പൊളിച്ച് അടിക്ക് കൈത്തരാനറിയാം. അവിടെ നിൽക്കുന്ന റെജി ആണെങ്കിലും സുരേഷ് എടപ്പാളാണെങ്കിലും ഏതോ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാണെങ്കിലും, ഇപ്പോൾ കമാൽ വരദൂർ ആണെങ്കിലും ഒക്കെ നമ്മൾക്കറിയാം ഇതിൻ്റെ അകത്ത് ഈ സമരത്തിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഈ അടി താങ്ങി കൊടുക്കുന്ന കുറേ എണ്ണം ഇതിൻ്റെ അകത്തുണ്ട്. ഇവരെയൊക്കെ പൊളിച്ചെടുക്കാനുള്ള സംഗതികൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഈ വലിയ അഭ്യാസങ്ങൾ കാണിക്കരുത്. മാന്യമായിട്ട് ജേർണലിസ്റ്റുകളോട് മാനേജ്മെൻറ്റിനോട് സഹകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, മാധ്യമം മാത്രമേ ഇവിടെ ജോലി കൊടുക്കാനുള്ളൂ? മാധ്യമത്തിൽ സാലറി പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സമരം നിർത്തിയിട്ട് രാജിവെച്ചിട്ട് മാന്യമായിട്ട് കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് അടുത്ത ജോലിക്ക് പോകണമെന്നേ. ഇതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ പ്രതിസന്ധി വന്നില്ലേ? ആരെങ്കിലും അവിടെ സമരം ചെയ്തോ? ഇന്ത്യ വിഷൻ ചാനലിൽ പ്രതിസന്ധി വന്നില്ലേ? ആരെങ്കിലും അവിടെ സമരം ചെയ്തോ? ദ ഫോർത്തിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് രൂപ കിട്ടാനുള്ള ജേർണലിസ്റ്റുകളില്ലേ? ഈ പറയുന്ന ഈ സമരത്തിന് പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന പല ജേർണലിസ്റ്റുകൾക്കും, ദ ഫോർത്തിൽ ജോലി ചെയ്ത പല ജേർണലിസ്റ്റുകൾക്കും ഇപ്പോഴും സാലറി കിട്ടാനില്ലേ? അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ദ ഫോർത്തിൽ നടന്നിട്ടില്ലേ? ഇതൊന്നും നമ്മളെ കൊണ്ട് പറയിപ്പിക്കരുത്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടെന്നറിയോ? അതുകൊണ്ട് ഇതൊന്നും നമ്മളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കാൻ നിൽക്കരുത്. അതും ഞാൻ ചോദിക്കട്ടെ, മാധ്യമത്തിൽ മാത്രമാണോ സമരം നടന്നിട്ടുള്ളത്? അതുകൊണ്ട് ഈ സംഗതികളൊന്നും പുറത്ത് നമ്മൾ പറയിപ്പിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് മാന്യമായി ഈ പറയുന്ന KUWJ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമരക്കാരോടാണെങ്കിലും നമ്മൾക്ക് പറയാനുള്ളത്. ഈ സമരക്കാരോട് മാധ്യമ മാനേജ്മെൻറ്റ് കാണിക്കുന്ന മാന്യത അവസാനിപ്പിച്ച് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്ത് ട്രാൻസ്ഫർ അടിച്ചു കൊടുത്ത് ഓരോരുത്തർക്കും ഓരോ ഇടത്തേക്ക് ട്രാൻസ്ഫർ അടിച്ചു കൊടുത്ത് ഇവരെയൊക്കെ എടുത്ത് വെളി കളയാനുള്ള ഒരു ഒരു തീരുമാനം മാധ്യമ മാനേജ്മെൻറ്റ് എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. KUWJ ഇവിടെ ഇഫ്താറുകൾ ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇഫ്താർ ബഹിഷ്കരിക്കുമോ? ഇവിടെയുള്ള കേരളത്തിലെ ജനതകൾ സാദിഖ് അലി തങ്ങളാണ് നിന്ന് പ്രസംഗിക്കുന്നത്.
അവിടെ പങ്കെടുത്തത് കേരളത്തിലെ പ്രമുഖന്മാരായ രാഷ്ട്രീയ നേതാക്കളാണ്. സി പി എമ്മുകാരെ പിന്നെ ഈ എന്തായാലും ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും വിളിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും അവരാരും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിളിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ അവരാരും പങ്കെടുത്തിട്ടില്ല. ഇനി വന്നിട്ട് ഒരു ഫോട്ടോ ഓപ്ഷൻ കൊടുത്തിട്ട് ഇനി അതിൽ പിന്നെ ഈ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് സി പി എം മാറി നിന്നതായിരിക്കും. പക്ഷേ സി പി എമ്മിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നുവെങ്കിൽ സി പി എം നേതാക്കൾ ഉൾപ്പെടെ അതിൽ പങ്കെടുത്തേനെ. എളമരം കരീം എത്രയോ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇഫ്താർ സംഗമങ്ങളിൽ കോഴിക്കോട് പങ്കെടുത്തിട്ടുണ്ട്, എത്രയോ കാലമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം അതേ എളമരം കരീമാണ് പിന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് മാധ്യമത്തിനിട്ട് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കിട്ടും കുത്തു കൊടുക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിൽ മാധ്യമത്തിൻ്റെ സമരത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത്, ഈ ബഹിഷ്കരണ ആഹ്വാനത്തിൻ്റെ ഉമ്മാക്കി ഒന്നും കാണിച്ച് ഈ കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തെ പേടിപ്പിക്കരുത്. ഇവിടെ ന്യൂനപക്ഷ സമൂഹവും ഇവിടുത്തെ ദളിത് സമൂഹവും ഇവിടുത്തെ പിന്നെ പാർശ്വവൽകൃത സമൂഹവും ഒന്നും ഈ പണ്ടത്തെ പോലെ നിങ്ങളുടെ അടിമകളായിട്ട് നിങ്ങളുടെ കാല് പിടിക്കാൻ വരും എന്നുള്ള തോന്നലൊന്നും വേണ്ട. ഏത് സവർണ മനോഭാവമുള്ള ഏത് മാധ്യമ മുതലാളിക്കാണെങ്കിലും ഏത് മാധ്യമ പിന്നെ മേലാളനാണെങ്കിലും അതുകൊണ്ട് ഈ ഉമ്മാക്കി കാണിക്കുന്ന പേടിപ്പിക്കലൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് മാന്യമായിട്ട് സഹകരിച്ച് പരസ്പരം മാന്യമായിട്ട് സംവദിച്ച് മുന്നോട്ട് പോകലായിരിക്കും നിങ്ങൾക്ക് ഉത്തമം.